നമുക്ക് ഒരു അടിപൊളി ക്യാരറ്റ് പായസം തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 250 ഗ്രാം ചവ്വരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കണം. ഈ ചവ്വരി ഒന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിതിന് ചേർക്കാൻ എടുത്തിരിക്കുന്നത്. 4-5 ഏലക്ക പിടിച്ച് വെച്ചിട്ടുണ്ട്. അത് തൊലി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ കളയാം. ആവശ്യത്തിന് കാഷ്യൂവും കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ക്യാരറ്റ് 4 ചീകി വെച്ചിട്ടുണ്ട്. ചവ്വരി കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അതിന് വേണ്ടി നെയ്യ് ഒഴിക്കുക. 2 സ്പൂൺ നെയ്യ്. നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് വറുത്ത് കോരി എടുക്കണം. എടുക്കാം. കിടന്ന് വാടി കാണണം. ഇതിലോട്ട് കഴുകി ഇതൊന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെക്കണം. ഒന്ന് തുറന്നു നോക്കാം. അതുമായിട്ട് ഇതിലോട്ട് ഞാൻ പാലൊഴിച്ച് കൊടുക്കും. ഇതിനോടൊപ്പം 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കും. ഒന്നുകൂടെ ഒന്ന് തിളച്ച് വേവണം. ആയിട്ട് തിളച്ച് പാകമായി വരണം. അപ്പോൾ നമ്മൾ അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. ഞാൻ കുറച്ച് മധുരം കൂടെ ചേർക്കുകയാണ്. ഞാനിതിനകത്ത് ചേർത്തിരിക്കുന്നത് പശുവും പാലാണ്. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഏലക്ക പൊടിച്ചത് ചേർക്കും.
alone now. I think that I want a second guess you, a second guess me, a second guess them. Don't second guess me. Live in the moment, 'cause we are so free. And in this moment, life is like a dream. Live in the moment, 'cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath.